നമസ്കാരം. രാജസ്ഥാൻ റോയൽസ് ഈ വർഷത്തെ IPL മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഒരു ടീം. അതുപോലെ ഈ വർഷത്തെ ഓപ്ഷനിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങിയ ഒരു ടീം. ഇനി IPL-ലേക്ക് അടുക്കുമ്പോൾ എല്ലാ എക്സ്പേർട്സും ഒരേപോലെ എഴുതി തള്ളുന്ന ഒരു ടീം. പക്ഷേ ഇന്ത്യയുടെ വേൾഡ് കപ്പ് വിന്നിംഗ് കോച്ചായിട്ടുള്ള രാഹുൽ ദ്രാവിഡിന്റെ നേതൃത്വത്തിൽ ഇങ്ങനൊരു ടീമിനെ സെലക്ട് ചെയ്യുമ്പോൾ അവർക്കൊരു പ്ലാൻ ഉണ്ടാവില്ല, എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ഉണ്ടാവില്ലേ? സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് ഈ വർഷം IPL-ന് ഇറങ്ങുന്നത് ഹെവിലി പാക്ഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പ് കൊണ്ടാണ്. ഈ വർഷം റിട്ടൻഷൻ്റെ സമയത്ത് രാജസ്ഥാൻ ഏറ്റവും ബോൾഡായിട്ടുള്ള കുറച്ച് തീരുമാനങ്ങൾ എടുത്തു. അതായത് ജോസ് ബട്ട്ലർ, രവി അശ്വിൻ, UC ചാഹൽ, ട്രെന്റ് ബോൾട്ട്, ഇങ്ങനെയുള്ള ഏറ്റവും വലിയ ലെജൻഡ്സ് ആയിട്ടുള്ള അവരുടെ പ്ലേയേഴ്സിനെ കഴിഞ്ഞ 3 സീസണായിട്ട് അവരുടെ നെടുന്തൂണായിരുന്ന കുറേ പ്ലേയേഴ്സിനെ അവർ റിലീസ് ചെയ്ത് വിടുകയാണ് ഉണ്ടായത്. പിന്നീട് ഓപ്ഷനിലേക്ക് പോയിട്ട് ഇവരെയൊക്കെ വിളിച്ചെടുക്കാൻ രാജസ്ഥാൻ ശ്രമിച്ചു എന്നുണ്ടെങ്കിലും അതിനൊന്നും സാധിച്ചില്ല. പക്ഷേ രാജസ്ഥാന് വ്യക്തമായിട്ടുള്ളൊരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. അതായത് യങ് ആയിട്ടുള്ള അവർ വളർത്തിയെടുത്ത ഇന്ത്യൻ പ്ലേയേഴ്സിനെ കീപ്പ് ചെയ്യുക എന്നുള്ളത് അവരുടെ ആവശ്യമായിരുന്നു. അതായത് ഒരാളെ പോലും അവർ വളർത്തിയെടുത്ത ഒരാളെ പോലും അവർക്ക് വിടാൻ താല്പര്യമില്ലായിരുന്നു. അത് ജുറേൽ ആയാലും പരാഗ് ആയാലും സഞ്ജു സാംസൺ ആയാലും യശസ്വി ജയ്സ്വാൾ ആയാലും അവർ ടാലന്റഡ് ആയിട്ടുള്ള ഇന്ത്യൻ പ്ലേയേഴ്സിൽ ഹെവിലി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിനകത്ത് 13 വയസ്സുള്ള അൻക്രിത് രഘുവംശി എന്ന് പറയുന്ന ഒരു പ്ലെയർ വരെ ഉണ്ട്. ആദ്യമായിട്ട് നമുക്ക് ബാറ്റിംഗ് നോക്കാം. ഓപ്പണിംഗ് നമുക്ക് എല്ലാവർക്കും അറിയാം, സഞ്ജു സാംസൺ ആൻഡ് യശസ്വി ജയ്സ്വാൾ. യശസ്വി ജയ്സ്വാൾ ഇതുവരെ IPL-ൽ തൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് പുറത്തെടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്റർനാഷണലിലൊക്കെ പോയി നന്നായിട്ട് റൺ അടിച്ചിട്ടുണ്ടെങ്കിലും IPL-ൽ ഇതുവരെ ഒരു ബെസ്റ്റ് യശസ്വി ജയ്സ്വാളിനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു പക്ഷേ അത് ഈ സീസണിലാവാം. അതുപോലെ തന്നെ സഞ്ജു സാംസൺ ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ട് T20-ൽ 4 സെഞ്ചുറി അടിച്ചിട്ടാണ് ഈ IPL-ലേക്ക് തിരിച്ചു വരുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിൽ പെർഫോം ചെയ്തതിൻ്റെ ആ ഒരു കോൺഫിഡൻസും ആ ഒരു എക്സ്പീരിയൻസും ഒക്കെ തീർച്ചയായിട്ടും ഈ സീസണിൽ സഞ്ജു സാംസനെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ സീസണിലെ ഏറ്റവും ഡെഡ്ലി ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് കോമ്പിനേഷനാണ് സഞ്ജു സാംസണും യശസ്വി ജയ്സ്വാളും. പക്ഷേ അവർക്ക് ഫില്ല് ചെയ്യാനുള്ളത് ജോസ് ബട്ട്ലർ എന്ന് പറഞ്ഞ ഏറ്റവും ലെജൻഡ് ആയിട്ടുള്ള ഒരു പ്ലെയറിൻ്റെ ഷൂസാണ്. അത് ഈ ഒരു കോമ്പിനേഷൻ ഫില്ല് ചെയ്യുമെന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയണം. പിന്നീട് വരുന്നത് RRന്റെ ഈ വർഷത്തെ ഓപ്ഷനിൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും മികച്ച പിക്കെന്ന് എനിക്ക് തോന്നിയ ഒരു പ്ലെയറാണ് റാണ. നിതീഷ് റാണ വൺ ഡൗണിലേക്ക് വരുമ്പോൾ ഒരു ലെഫ്റ്റ് ഹാൻഡറാണ്. അതുപോലെ തന്നെ ആങ്കർ ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. കൊൽക്കത്തയുടെ വിശ്വസ്തനായിരുന്നു. കഴിഞ്ഞ വർഷമൊക്കെ ക്രൂഷ്യലായിട്ടുള്ള നോക്കൗട്ട് മാച്ചുകളിലൊക്കെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞ രാജസ്ഥാനിൻ്റെ ബാറ്റിംഗ് ലൈനപ്പിന് ഒരു സ്റ്റെബിലിറ്റി കൊടുക്കാൻ ഈ നിതീഷ് റാണയ്ക്ക് കഴിയും എന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ വർഷം സൂപ്പർബായിട്ടുള്ളൊരു പെർഫോമൻസ് നമ്പർ 4 കൊടുത്ത പരാഗ് ആ ഒരു പൊസിഷനിൽ ഫിക്സ് തന്നെയായിരിക്കും. എന്തായാലും പരിക്കെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന പരാഗിന് ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള പെർഫോമൻസ് ഈ സീസണിലും കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ RRനെ സംബന്ധിച്ച് ആ ഒരു ടോപ്പ് ഓർഡറിൻ്റെ ഒരു പ്രശ്നമേ മാറും. കാരണം സഞ്ജു സാംസൺ, യശസ്വി ജയ്സ്വാൾ, നിതീഷ് റാണ കഴിഞ്ഞിട്ട് പരാഗും കൂടെ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ടോപ്പ് ഓർഡർ സെറ്റാണ്. അടുത്താണ് നമ്മുടെ വിവാദ താരം ധ്രുവ് ജുറേൽ. അതായത് RR ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരു യങ് പ്ലെയർ. ഇത്രയും കാശ് ജുറേലിന് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളത് ഒരുപാട് എക്സ്പേർട്സ് സഹിതം ചോദ്യം ചെയ്തൊരു കാര്യമാണ്. 14 കോടി ജുറേലിന് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ളത്. പക്ഷേ RRനെ സംബന്ധിച്ച് ഈ ഒരു പ്ലെയർ പുറത്തു പോയിട്ട് നഷ്ടപ്പെട്ടു പോകാൻ ഒരു തുള്ളി പോലും താല്പര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ജുറേലിനെ അവർ റീറ്റെയിൻ ചെയ്തത് അത്രയും കാശ് കൊടുത്തിട്ട്. പക്ഷേ ജുറേൽ ഈ സീസണിൽ തൻ്റെ വർത്ത് തെളിയിക്കേണ്ട ഒരു സീസണാണ്. ഇത്രയും കാശ് കൊടുത്തെടുത്ത RRന് ജുറേലിന് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. പക്ഷേ RRൻ്റെ അത്ര എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ഈ മിഡിൽ ഓർഡർ അതുപോലെ തന്നെ ലോവർ എൻഡ് ബാറ്റിങ്ങിൽ ക്രൂഷ്യലായിട്ടുള്ള മാച്ചുകളിൽ അടിച്ച് ജയിപ്പിക്കാൻ, അവിടെ നിന്ന് ടീമിനെ ജയിപ്പിക്കാൻ ജുറേലിന് പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അതിന് ഉത്തരം ജുറേലിൻ്റെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ജുറേൽ വർത്ത് തന്നെയാണ് ആ പ്രൈസൊക്കെ. അതിനുശേഷം ഹെഡ്മേയർ RRൻ്റെ വിശ്വസ്തൻ. അതുകൊണ്ട് തന്നെയാണ് ഹെഡ്മേയറിനെ അവർ റീറ്റെയിൻ ചെയ്തത്. അത്രയും നന്നായിട്ട് മാച്ച് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന കേപ്പബിലിറ്റി ഉള്ള ഒരു ബാറ്റ്മാനാണ്. പക്ഷേ ഹെഡ്മേയറിനെ സംബന്ധിച്ചൊരു ഇഷ്യൂ ഉണ്ട്. അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യാം. പിന്നീട് RRന്റെ ബാറ്റിംഗ് ലൈനപ്പിലുള്ളത് ശുഭം ദൂബെയാണ്. അത് ഇമ്പാക്ട് പ്ലെയർ ആയിട്ടായിരിക്കും മിക്കവാറും യൂസ് ചെയ്യുന്നുണ്ട്. ശുഭം ദൂബ അത്യാവശ്യം നന്നായിട്ട് ഹിറ്റ് ചെയ്യുന്ന ഒരു ബാറ്റ്സ്മാനാണ്, ലെഫ്റ്റ് ഹാൻഡറാണ്. അതിനുശേഷം ഹസരംഗയുണ്ട്. അതിനുശേഷം ജോഫ്ര ആർച്ചറുണ്ട്. ഹസരംഗ ഒരു അത്യാവശ്യം ഓൾറൗണ്ടറായിട്ട് കളിക്കാൻ പറ്റുന്ന, അത്യാവശ്യം ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. അതുപോലെ തന്നെ ജോഫ്ര ആർച്ചറിന് അത്യാവശ്യം ഹിറ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് റൺസ് ക്രൂഷ്യൽ സിറ്റുവേഷൻസിൽ അടിച്ച് RRന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവരുടെ ബാറ്റിംഗ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെവി ആയിട്ട് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവരുടെ ബാറ്റിംഗ് ഇരിക്കുന്നത്. ടോപ്പ് ഓർഡറിൽ എക്സെപ്ഷണൽ ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട്. സഞ്ജു സാംസൺ, യശസ്വി ജയ്സ്വാൾ, അതുപോലെ തന്നെ നിതീഷ് റാണ, റിയാൻ പരാഗ്, ഇങ്ങനെയുള്ള ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷേ ഇവരെല്ലാം മാച്ച് വിന്നേഴ്സുമാണ്. അതുപോലെ ഒറ്റയ്ക്ക് വിചാരിച്ച ഒരു കളിയൊക്കെ അടിച്ച് ജയിപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ള ബാറ്റ്സ്മാൻമാരാണ്. പക്ഷേ കൺസിസ്റ്റൻസി, ക്രൂഷ്യലായിട്ടുള്ള സിറ്റുവേഷൻ, പ്രഷർ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള എക്സ്പീരിയൻസ്, അതിനുള്ള ഉത്തരവാദിത്വം ഇതൊക്കെ ഇവർ കാണിക്കുമോ എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. അങ്ങനെ കാണിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ RRന്റെ ബാറ്റിങ്ങിൽ ഒരു കുഴപ്പവും ഞാൻ കാണുന്നില്ല. ഇനി RRന്റെ ബോളിങ്ങിലേക്ക് വന്നാൽ ആർച്ചറാണ് ഈ വർഷം RRന്റെ ഏറ്റവും മികച്ച ബോളർ. അതായത് ഓപ്പണിംഗ് സ്പെല്ല് എറിയാൻ ആർച്ചറാണുള്ളത്. അതുപോലെ തന്നെ തുഷാർ ദേശ്പാണ്ഡെ ഉണ്ട്. അതുപോലെ തന്നെ സന്ദീപ് ശർമ്മയുണ്ട്. ഇവരൊക്കെയാണ് RRന്റെ പവർ പ്ലേയിൽ ബോൾ ചെയ്യാൻ പറ്റുന്ന ബോളേഴ്സ്. പക്ഷേ ട്രെന്റ് ബോൾട്ട് കൊടുത്ത പോലുള്ളൊരു സ്റ്റാർട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു പവർ പ്ലേ ബോളിംഗ് ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക്
സംശയമുണ്ട്. ആർച്ചർ എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ആർച്ചർ നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നല്ല ബോളർ തന്നെയാണ്. പക്ഷേ അൺപ്രഡിക്റ്റബിൾ ആണ്. ഇപ്പോൾ പരിക്കിനൊക്കെ തിരിച്ചു വന്നതിന് ശേഷം വളരെ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് ബോൾ ചെയ്യുന്നത്. ചില സമയത്ത് നന്നായിട്ട് വിക്കറ്റ് എടുക്കും, ചില സമയത്ത് ഭയങ്കര എക്സ്പെൻസീവ് ആവും. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നമുക്ക് IPL തുടങ്ങിയാലേ എന്തെങ്കിലും അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവരുടെ പവർ പ്ലേ ബോളിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർച്ചറും അതുപോലെ തന്നെ തുഷാർ ദേശ്പാണ്ഡെയും ചിലപ്പോൾ എക്സ്പെൻസീവായിട്ട് പോകാൻ ചാൻസ് ഉള്ള ബോളേഴ്സാണ്. പിന്നീട് ഭേദമുള്ളത് സന്ദീപ് ശർമ്മയാണ്. പക്ഷേ സന്ദീപ് ശർമ്മ അവിടെ മാത്രം എറിയുന്ന ബോളറല്ല, അവർക്ക് മിഡിൽ ഓവേഴ്സിൽ എറിയിക്കേണ്ടി വരും. ചിലപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഡെത്ത് ഓവേഴ്സ് നന്നായിട്ട് എറിഞ്ഞ് സന്ദീപ് ശർമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ബോളറല്ല. സോ അവിടെ ഒരു കുറച്ച് വീക്കായിട്ടാണ് RRന്റെ പവർ പ്ലേ ബോളിംഗ് ഞാൻ കാണുന്നത്. പിന്നെ മിഡിൽ ഓവേഴ്സിലേക്ക് വരുമ്പോൾ ഇവരുടെ സ്പിൻ ഡുവോ ആയിട്ടുള്ള, അതായത് അശ്വിനും ചാഹലിനും പകരം ഇവർ കൊണ്ടുവന്ന തീക്ഷണയും അതുപോലെ തന്നെ ഹസരംഗയും അതിന് പകരം ആവുമോ എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയണം. പക്ഷേ എക്സെപ്ഷണൽ ആയിട്ടുള്ള T20 ബോളേഴ്സാണ് ഇവർ രണ്ടുപേരും. ഒരു ലെഗ് സ്പിന്നറും അതുപോലെ തന്നെ ഒരു മിസ്റ്ററി ഓഫ് സ്പിന്നറും. തീക്ഷണ ചെന്നൈയിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഹസരംഗ IPL ഒഴിച്ച് ബാക്കി എല്ലാ പ്ലാറ്റ്ഫോമിലും പോയിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ഒരു ബോളറാണ്. അപ്പോൾ ഈ വർഷം ഹസരംഗയ്ക്കും തീക്ഷണയ്ക്കും ഇവിടെ RRൽ പെർഫോം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അവരുടെ കാപ്പബിലിറ്റിക്ക് അനുസരിച്ചുള്ള പെർഫോമൻസ് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പ് RR ഫില്ല് ചെയ്യും. കാരണം ഹസരംഗ അത്യാവശ്യം ബാറ്റിംഗ് കൂടെ ചെയ്യുന്നതുകൊണ്ട് അശ്വിൻ്റെയും ചാഹലിൻ്റെയും ആ ഒരു ഗ്യാപ്പ് ഒരു പരിധിവരെ ഫില്ല് ചെയ്യാൻ ഇവർക്ക് പറ്റും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നുള്ളൊരു ബോളറാണ് ആകാശ് മടിവാൾ. മുംബൈയുടെ ബോളറായിരുന്നു. ഒരു ഫൈബറൊക്കെ എടുത്തിട്ടുള്ള ബോളറാണ് IPL. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള, ഒരുപാട് വേരിയേഷൻസ് ഉള്ളൊരു ബോളറാണ്. എൻ്റെ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ആകാശ് മടിവാൾ തന്നെ കളിക്കുന്ന ലെവലിൽ തുഷാർ ദേശ്പാണ്ഡെയൊക്കെ മുന്നിൽ. കാരണം തുഷാർ ദേശ്പാണ്ഡെ കുറച്ച് എക്സ്പെൻസീവ് ആവാൻ ചാൻസ് ഉള്ള ബോളറാണ്. പക്ഷേ ആകാശ് മടിവാൾ അവസരങ്ങൾ കൊടുത്തപ്പോഴെല്ലാം നന്നായിട്ട് പെർഫോം ചെയ്ത ബോളറാണ്. മുംബൈയിൽ കഴിഞ്ഞ വർഷം അധികം യൂസ് ചെയ്ത കളിയിൽ അത്യാവശ്യം നന്നായിട്ട് ബോൾ ചെയ്യുകയും ചെയ്തു. സോ ആര് കളിച്ചാലും അതിന് തക്കതായിട്ടുള്ളൊരു ബാക്കപ്പായിട്ട് മറ്റേ ബോളർ ഉണ്ടാവും എന്നുള്ളതും ഈ ഒരു ഡ്യൂവെ സംബന്ധിച്ചുള്ളൊരു പോസിറ്റീവാണ്. പിന്നെ ഫസലക് ഫറൂഖി, കുമാർ കാർത്തികേയ, അതുപോലെ തന്നെ മപ്പാക്ക, ഇങ്ങനെയുള്ള ബോളേഴ്സൊക്കെ ഇവരുടെ ബാക്കപ്പിലുണ്ട്. ഇനി ആർച്ചറിന് എന്തെങ്കിലും പരിക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫസലക് ഫറൂഖി യൂസ് ചെയ്യാം. അത്യാവശ്യം നന്നായിട്ട് ബോൾ ചെയ്യുന്ന ഒരു T20 ബോളറാണ്, ലെഫ്റ്റ് ഹാൻഡറാണ്. അങ്ങനെയുള്ള കുറച്ച് പോസിറ്റീവ് സൈഡ്സ് ഈ ഫാസ്റ്റ് ബോളിങ്ങിൻ്റെ കാര്യത്തിൽ RRനുണ്ട്. പിന്നെ സന്ദീപ് ശർമ്മ കഴിഞ്ഞ വർഷമൊക്കെ RRന് കൊടുത്ത പെർഫോമൻസ് പോലുള്ള ഒരു പെർഫോമൻസ് വീണ്ടും ഈ സീസണിൽ കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ 4 ഓവർ അവിടെ ലോക്ക്ഡാണ് സന്ദീപ് ശർമ്മയുടെ കാര്യത്തിൽ. ഡെത്തിൽ വരെ അത്യാവശ്യം നന്നായിട്ട് പെർഫോമൻസ് കൊടുത്തൊരു ബോളറാണ് സന്ദീപ് ശർമ്മ. RRനെ സംബന്ധിച്ച് കീ ആയിട്ടുള്ളൊരു ബോളറാണ്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് റിയാൻ പരാഗുണ്ട്, അതുപോലെ തന്നെ നിതീഷാണ്. ഇവരെ കൊണ്ടൊക്കെ 1-2 ഓവേഴ്സൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെറിയിക്കാൻ പറ്റുന്ന 2 ബോൾ, അങ്ങനെ 2 ഓപ്ഷനും കൂടെ RRന് മുന്നിലുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇവരുടെ ബോളിംഗ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ബോളിങ്ങിന് പകരമാവോ അത്രയും ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് തക്കതായിട്ടുള്ള റീപ്ലേസ്മെന്റ് ഇവർ എടുത്തിട്ടുണ്ട്. ഇവരൊക്കെ അതിനനുസരിച്ചുള്ള പെർഫോമൻസ് കൊടുക്കുമോ എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. അപ്പോൾ ഒരു 50-50 ആണ് RRനെ സംബന്ധിച്ച്. ഇവരൊക്കെ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഓൾ ഗുഡ്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഹസരംഗ, ഹെറ്റ്മെയർ, ആർച്ചർ, ഈ 3 പ്ലേയേഴ്സും അത്യാവശ്യം നന്നായിട്ട് ഇഞ്ചുറി കിട്ടുന്ന പ്ലേയേഴ്സാണ്. ഒരുപാട് പുറത്തിരിക്കുന്ന പ്ലേയേഴ്സാണ് ഇഞ്ചുറി കാരണം. അതുകൊണ്ട് തന്നെ ഈ സീസൺ മൊത്തത്തിൽ ഇവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുമോ, അവർക്ക് പെർഫോമൻസ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് RRനെ സംബന്ധിച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ചും ഹെറ്റ്മെയർ. കാരണം ഇവർക്ക് ഹെറ്റ്മെയറിന് ഒരു റീപ്ലേസ്മെൻ്റ് ഇല്ല. ഇപ്പോൾ ബെഞ്ചിലേക്ക് നോക്കുകയാണെങ്കിൽ ഹെറ്റ്മെയറിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഓവർസീസ് ബാറ്റ്സ്മാൻ ഇവർക്കില്ല. ഓവർസീസ് അല്ല, ഇന്ത്യൻ ബാറ്റ്സ്മാൻ നോക്കിയാൽ പോലും ഹെറ്റ്മെയറിനെ പോലെ ക്വാളിറ്റി ഒരു ഫിനിഷർ വേറൊരു ബാക്കപ്പ് ഇവർക്ക് ഇല്ല എന്നുള്ളത് ഈ വർഷത്തെ RRനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു നെഗറ്റീവാണ്. ഹെറ്റ്മെയറിന് പരിക്ക് പറ്റുമോ അല്ലെങ്കിൽ ഹെറ്റ്മെയർ ഫോം ഔട്ട് ആവുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ RR നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യും. ആ ഫിനിഷിംഗ് റോളിൽ ആ ഫിനിഷ് ചെയ്യാൻ വേറെ ആരും ഇല്ലാതെ വരും. ആ ഭാരം മൊത്തം ധ്രുവ് ജുറയിലും പിന്നെ ശുഭം ദുബയും എടുക്കേണ്ടി വരും. ഇനി നമ്മൾ ബാക്കപ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറയുന്നു ഹെറ്റ്മെയറിന് ബാക്കപ്പ് ഇല്ല, അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഫാസ്റ്റ് ബോളിങ്ങിൽ അത്യാവശ്യം നല്ല ബാക്കപ്പ് ഉണ്ട്. ഇപ്പോൾ ആർച്ചറിന് പകരം ഫറൂഖി ഉണ്ട്, അതുപോലെ തന്നെ മപ്പാക്ക ഉണ്ട്. ബാറ്റിങ്ങിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 13 വയസ്സുള്ള പ്ലെയർ സൂര്യവംശി, അതുപോലെ തന്നെ കുണാൽ റാത്തോഡ് എന്ന് പറഞ്ഞ 2 ഇന്ത്യൻ പ്ലേയേഴ്സാണ് ബാക്കപ്പായിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ ഒരു ബാക്കപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ബോളേഴ്സിന് മാത്രമേ ഉള്ളൂ പ്രോപ്പറായിട്ടുള്ള ബാക്കപ്പ്. ബാക്കിയുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിലും പ്രോപ്പറായിട്ടുള്ളൊരു ബാക്കപ്പ് ഇവർക്കില്ല. അപ്പോൾ മൊത്തത്തിൽ ഈ ടീമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹെവിലി ഡിപ്പെൻഡൻ്റ് ഓൺ യങ് പ്ലേയേഴ്സാണ്. ഇവരുടെ യങ് പ്ലേയേഴ്സ് എല്ലാം നന്നായിട്ട് പെർഫോം ചെയ്താലേ RRനെ സംബന്ധിച്ച് ഈ വർഷം ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ എൻ്റെ ഒരു വിശ്വാസം ഇവരുടെ യങ് പ്ലേയേഴ്സ് എല്ലാം പെർഫോം ചെയ്യുന്നത് തന്നെയാണ്. ധ്രുവ് ജുറയിലായാലും അതുപോലെ തന്നെ പരാഗായാലും അതുപോലെ യശസ്വി ജയ്സ്വാൾ, സഞ്ജു സാംസൺ, ഇവരെല്ലാം അത്യാവശ്യം നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ബാറ്റ്സ്മാൻമാരാണ്, ടോപ്പ് ക്വാളിറ്റി ബാറ്റ്സ്മാൻമാരാണ്. അപ്പോൾ ഇവരൊക്കെ അപ് ടു ദ മാർക്ക് അവർ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ RR തീർച്ചയായിട്ടും ഒരു ഡെഡ്ലി ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് സൈഡ് തന്നെയാണ്. എനിക്ക് പേഴ്സണലി അവരുടെ ബാറ്റിംഗ് ലൈനപ്പിൽ നല്ല വിശ്വാസമുണ്ട്. എല്ലാവരും എഴുതി തള്ളിയ ഒരു ബാറ്റിംഗ് ലൈനപ്പാണ്. പക്ഷേ മെയിനായിട്ട് ഇതിനകത്തൊരു ഗ്ലാമർ ഇല്ല. അതായത് ഈ ഓവർസീസ് പ്ലേയേഴ്സിൻ്റെ ഒരു അതിപ്രസരം ഇല്ലാത്തത് കൊണ്ട് തന്നെ കാണുമ്പോൾ ഒരു വെടിക്കെട്ട് സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു ഗ്ലാമർ ഈ ഒരു ബാറ്റിംഗ് ലൈനപ്പിന് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. പക്ഷേ ഹെവിലി പാക്ഡ് ആണ്, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള
ആയിട്ടുള്ള ബാറ്റ്സ്മാൻമാരാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു വിശ്വാസമുണ്ട്. എന്തായാലും ആർ-ആറിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ. കഴിഞ്ഞ വർഷത്തെ പോലെ ഈ ഫ്ലോട്ടിംഗ് ബാറ്റ്സ്മാനെ ഇറക്കുക, അശ്വിനെ മേളോട്ട് വിടുന്ന പരിപാടിയൊക്കെ നിർത്തിയിട്ട്, അതുപോലെ തന്നെ മിഡ് സീസണിൽ ആവശ്യമില്ലാത്ത ചേഞ്ചസ് ഒക്കെ വരുത്തുന്നതൊക്കെ നിർത്തിയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 11 സെറ്റ് ചെയ്ത് അതിൽ സ്റ്റിക്ക് ചെയ്ത് അവസാനം വരെ കളിക്കാൻ പറ്റട്ടെ. ഇവർക്കെല്ലാം നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ആർ-ആറിനെ പറ്റി പറയാനുള്ളത്. എന്തായാലും മറ്റൊരു ടീമിൻ്റെ പ്രിവ്യൂമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.